ഏറ്റവും ആത്യന്തികമായിട്ട് ഒരു സെയിൽസ് പ്രൊഫഷണൽ വേണ്ട സൂപ്പർ സ്കില്ല് എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം സൂപ്പർ സ്കില്ല് ആണ് ഒരു സെയിൽസ് പ്രൊഫഷണൽ അത് ആർജിച്ചെടുക്കേണ്ടത്, അത് പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന് പറയും. നമ്മൾ പലപ്പോഴായിട്ട് IQ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഷ്യൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ മോറൽ കോഷ്യൻസ് MQനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ SQ അല്ലെങ്കിൽ സ്പിരിച്വൽ കോഷ്യൻസ്, അതോടൊപ്പം തന്നെ സോഷ്യൽ കോഷ്യൻസ്, അതും SQ എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ EQ എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പലവിധ സോഷ്യൽ ഇഷ്യൂസിനും പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ആ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ള അറിവില്ലായ്മയാണ്. അതായത് EQ എന്ന് പറയുന്ന ഇമോഷണൽ കോഷ്യൻസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ ഫലമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന അരാജകത്വം എന്ന് പറയുന്നത്. അപ്പം ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ EQ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു അവബോധമാണ്. നമ്മളെക്കുറിച്ചുള്ള സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടതിനെക്കുറിച്ചാണ്. നമ്മിൽ എമ്പതി അല്ലെങ്കിൽ സഹാനുഭൂതി ഡെവലപ്പ് ചെയ്യേണ്ടതിനെക്കുറിച്ചാണ്. സാമൂഹ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ നൈപുണ്യങ്ങൾ, സോഷ്യൽ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്ത് അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും നമുക്കുണ്ടാകുന്ന ചലഞ്ചസിനെ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, നമുക്കുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് സ്കൂളുകളിലോ കോളേജുകളിലോ ഭവനങ്ങളിലോ കുടുംബങ്ങളിലോ ഒന്നും നമ്മളെ പഠിപ്പിച്ചതില്ല. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ നമ്പർ 1 സ്കില്ല്, സൂപ്പർ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ അതിന് ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട പ്രീമിയം നമ്പർ 1 സൂപ്പർ സ്കിൽ എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും, നമ്മൾ സഹാനുഭൂതി ഡെവലപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്, ഇടപെടേണ്ടത്, അവരെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ എത്രമാത്രം ബെറ്റർ ആക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോഴാണ് ബീയിങ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് നമ്മളെ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിനെ ആ ബീയിങ് ഹ്യൂമൻ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മിൽ ആ ഇമോഷണൽ കോഷ്യൻസ് അല്ലെങ്കിൽ EQ എന്ന് പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്തിയെടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും EQ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സൂപ്പർ സ്കില്ല് നമ്പർ 1 സൂപ്പർ സ്കില്ലാണ്. ലോകത്തിലുള്ള എല്ലാ ആളുകളും അതിനെക്കുറിച്ച് അവെയർ ആയി തീരേണ്ടതാണ്. അപ്പം EQ ഡെവലപ്പ് ചെയ്യുക, ഒരു മികച്ച ഹ്യൂമൻ ബീയിങ് ആയി മാറുക.